വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? പ്രാർത്ഥന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത, ലൈസൻസ്, സ്വീകാര്യത. നിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ദൈവം കേൾക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് നിൻ്റെ പ്രാർത്ഥന. അതിന് മുൻകൂർ സ്വീകാര്യത പറയേണ്ടിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് സ്വീകാര്യത. കർത്താവിൻ്റെ ബലിക്ക് മുമ്പ് കർത്താവിന് സ്വീകാര്യത കിട്ടിയതാണ്. എന്താണ്? കർത്താവ് ജ്ഞാനസ്നാനപ്പെടുമ്പോൾ തന്നെ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ എത്രയും പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ ബലി പ്രസാദിക്കുന്ന സ്വീകാര്യതയെ മുൻകൂർ സ്വീകാര്യതയായി. നീ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത വാങ്ങിക്കണം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ? നീ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ അത് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കർത്താവിന് 2 സ്വീകാര്യത കിട്ടിയത്. അപ്പോസ്തലന്മാർക്ക് ഇടയ്ക്ക് സംശയം ഉണ്ടായി. ഈശോ പറഞ്ഞില്ല ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് മനുഷ്യപുത്രൻ ശത്രുക്കൾ ഏൽപ്പിക്കപ്പെടും, അവരവനെ പീഡിപ്പിക്കും, വധിക്കും, പക്ഷെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പീഡാനുഭവ പ്രവചനം പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവരെ താബോർ മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ പിതാവിനോട് പറഞ്ഞ്, എന്നിട്ട് ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഞാൻ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടില്ല, നീ അവരോട് സംസാരിക്കണം. അപ്പം തന്നെ പെട്ടേന്നിങ്ങനെ യേശുവിൻ്റെ വസ്ത്രം തിളങ്ങി സൂര്യനെപ്പോലെ നിന്ന് പിതാവിൻ്റെ സ്വരമുണ്ടായി. എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. അതാണ് വിഷയം. അപ്പം സ്വീകരിക്കാവണം. ഇപ്പം ഇങ്ങനെ യേശുവിൻ്റെ ബലിക്ക് മുമ്പ് തന്നെ, പാവപരിഹാര ബലിക്ക് മുമ്പ് സ്വീകാര്യത വരുന്നുണ്ട്. അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത വാങ്ങിച്ചെടുക്കണം. അല്ലെങ്കിൽ 10,000 ചില ആൾക്കാർ ഉടമ്പടി ഉഴപ്പിയിട്ടില്ലേ? ചില ആൾക്കാർക്ക് ഉടമ്പടിയിൽ നിന്ന് ആ പ്രതീക്ഷിച്ച ഫലം കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഉടമ്പടി എടുക്കുന്ന മുമ്പ് തന്നെ എൻ്റെ മക്കളെ, നിങ്ങൾ എടുക്കാൻ പോകുന്ന ഉടമ്പടിക്ക് ദൈവതിരുസേന സ്വീകാര്യതയ്ക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം.